അടുത്തതായിട്ട് നമുക്ക് പഠിക്കാനുള്ള ഭാഗം കപ്പാസിറ്റൻസ് ആണ്. എന്താണ് കപ്പാസിറ്റൻസ്? ഒരു കണ്ടക്ടറിന് ഇലക്ട്രിക് ചാർജിനെ ശേഖരിക്കുവാനുള്ള കഴിവിനെയാണ് നമ്മൾ കപ്പാസിറ്റൻസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇറ്റ് ഈസ് ദ എബിലിറ്റി ഓഫ് എ കണ്ടക്ടർ ടു സ്റ്റോർ ഇലക്ട്രിക് ചാർജസ്. ഇറ്റ് ഈസ് ദ എബിലിറ്റി ഓഫ് എ കണ്ടക്ടർ ടു സ്റ്റോർ ഇലക്ട്രിക് ചാർജസ്. ഒരു കണ്ടക്ടറിന് ലേക്ക് നമ്മൾ ചാർജുകൾ കൊടുക്കുന്നു എന്നിരിക്കട്ടെ. വെൻ ചാർജസ് ആർ ഗിവൺ ടു എ കണ്ടക്ടർ, ചാർജ് കൊടുത്തു കഴിഞ്ഞാൽ ആ കണ്ടക്ടറിൽ ചാർജ് കൊടുക്കും തോറും അതിൻ്റെ പൊട്ടൻഷ്യൽ കൂടിക്കൂടി വരും. വെൻ ചാർജ് ഈസ് ഗിവൺ ടു എ കണ്ടക്ടർ, ഇറ്റ്സ് പൊട്ടൻഷ്യൽ റൈസസ്, പൊട്ടൻഷ്യൽ കൂടും. ഏതെങ്കിലും ഒരു ഇൻസ്റ്റൻറ്റിൽ കുറച്ച് സമയം കഴിയുമ്പോൾ ദ ചാർജ് ഗിവൺ ടു ദി കണ്ടക്ടർ ഈസ് പ്രൊപ്പോർഷണൽ ടു ദ റൈസ് ഇൻ പൊട്ടൻഷ്യൽ. നമ്മൾ നൽകപ്പെടുന്ന ചാർജ് അതിൽ ഉയരപ്പെടുന്ന പൊട്ടൻഷ്യലും തമ്മിൽ അനുപാതത്തിലാകും. ചാർജ് ഗിവൺ ടു എ കണ്ടക്ടർ ഈസ് ഡയറക്റ്റ്ലി പ്രൊപ്പോർഷണൽ ടു ദ റൈസ് ഇൻ പൊട്ടൻഷ്യൽ. Q proportional to V. Q സമം എ കോൺസ്റ്റൻറ്റ് ഇൻറ്റു V. ഈ കോൺസ്റ്റൻറ്റിനെയാണ് ആ കണ്ടക്ടറിൻ്റെ കപ്പാസിറ്റൻസ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. C സമം Q ബൈ V. കപ്പാസിറ്റൻസ് ഈസ് ദ റേഷ്യോ ഓഫ്, ഹരണഫലമാണ്, ഓഫ് ചാർജ് ഗിവൺ ടു ദി പൊട്ടൻഷ്യൽ, റൈസ് ഇൻ പൊട്ടൻഷ്യൽ. ഒരു ചാലകത്തിന് നൽകപ്പെടുന്ന ചാർജിനെ അപ്പോൾ ഉയരുന്ന, ആ ചാർജ് കൊടുക്കുമ്പോൾ എത്രത്തോളം പൊട്ടൻഷ്യൽ ഉയർന്നു, ആ കൂടിയ പൊട്ടൻഷ്യൽ കൊണ്ട് ഹരിച്ചാൽ അതിൻ്റെ എന്ത് കിട്ടും? കപ്പാസിറ്റൻസ് കിട്ടും. കപ്പാസിറ്റൻസ് ഈസ് ദ റേഷ്യോ ഓഫ് ചാർജ് ഗിവൺ ടു ദി റൈസ് ഇൻ പൊട്ടൻഷ്യൽ. കപ്പാസിറ്റൻസ് ഈസ് ദ റേഷ്യോ ഓഫ് ചാർജ് ഗിവൺ ടു ദി റൈസ് ഇൻ പൊട്ടൻഷ്യൽ. ഇനി കപ്പാസിറ്ററിൻ്റെ യൂണിറ്റ് എന്താണ്? കപ്പാസിറ്ററിൻ്റെ യൂണിറ്റ് എന്താണ്? ചാർജിൻ്റെ യൂണിറ്റ് കൂളോം ഭാഗം പെർ വോൾട്ട്, പെർ വോൾട്ട്, കൂളം പെർ വോൾട്ട്. ഇതിനെ നമുക്ക് ഫാരഡ് എന്ന് വിളിക്കാം. അപ്പോൾ യൂണിറ്റ് ഓഫ് കപ്പാസിറ്റൻസ് ഈസ് ഫാരഡ്. കപ്പാസിറ്റൻസിൻ്റെ യൂണിറ്റ് ഫാരഡ് ആണ്. അപ്പോൾ എന്താണ് ഫാരഡ്? എന്താണ്? C1 ഫാരഡ് ആണ്. എപ്പോഴാണ് 1 ആകുന്നത്? ഇത് 1 കൂളം, ഇത് റൈസ് ഇൻ പൊട്ടൻഷ്യൽ 1 വോൾട്ട്, ഇത് 1F എന്ന് വരും. എപ്പോഴാണ്? 1 കൂളം പെർ 1 വോൾട്ട്. 1 ഫാരഡ് ഈസ് ദ കപ്പാസിറ്റൻസ് ഓഫ് എ കണ്ടക്ടർ if 1 coulomb of charge rises its potential by 1 volt. ഒരു കൂളം ചാർജ് കൊടുക്കുമ്പോൾ ഒരു കണ്ടക്ടറിൻ്റെ പൊട്ടൻഷ്യൽ 1 വോൾട്ട് ഉയരുകയാണെങ്കിൽ ആ കപ്പാസിറ്ററിൻ്റെ കപ്പാസിറ്റൻസ്, ആ കണ്ടക്ടറിൻ്റെ കപ്പാസിറ്റൻസ് 1 ഫാരഡ് ആണെന്ന് പറയാം. ഫാരഡ് ഈസ് ദ capacitance of a conductor if a charge of 1 coulomb rises its potential by 1 volt. Capacitor. Capacitor is an arrangement of conductors to increase the capacitance.
ചാർജിനെ ശേഖരിക്കുവാനുള്ള ആ കഴിവ് കൂട്ടുവാൻ വേണ്ടി നമ്മൾ നേരത്തെ കണ്ടക്ടറിൻ്റെ കാര്യമാണ് പറഞ്ഞത്. ഇവിടെ ഒരു കണ്ടക്ടറല്ല, നിരവധി കണ്ടക്ടറുകൾ, ഒന്നിലധികം കണ്ടക്ടറുകളുടെ ക്രമീകരണത്തെയാണ് നമ്മളൊരു കപ്പാസിറ്റർ എന്ന് പറയുന്നത്. കപ്പാസിറ്റർ ഈസ് ആൻ അറേഞ്ച്മെൻറ്റ് ഓഫ് കണ്ടക്ടേഴ്സ് ടു ഇൻക്രീസ് ദ കപ്പാസിറ്റൻസ്. അടുത്ത പ്രിൻസിപ്പിൾ ഓഫ് എ കപ്പാസിറ്റർ. നമ്മൾ പറഞ്ഞു ഒരു കണ്ടക്ടർ ആയിരുന്നപ്പോൾ അത് ചാർജ് കൊടുക്കുന്നു, പൊട്ടൻഷ്യൽ കൂടുന്നു. കപ്പാസിറ്റർ എന്ന് പറയുമ്പോൾ ഒന്നിൽ കൂടുതൽ കണ്ടക്ടേഴ്സ് അറേഞ്ച് ചെയ്യണം. എന്തിനാണ് അങ്ങനെ ചാർജ് ഒന്നിൽ കൂടുതൽ കണ്ടക്ടേഴ്സ് അറേഞ്ച് ചെയ്താൽ എന്താണ് ഇവിടെ സംഭവിക്കുന്നത്? കൂടുതൽ ചാർജിനെ ശേഖരിക്കാൻ പറ്റും നമ്മൾ ഈ പറയുന്ന രൂപത്തിൽ അറേഞ്ച് ചെയ്താൽ. അപ്പോൾ നമുക്ക് നോക്കാം എന്താണ് ഒരു കപ്പാസിറ്ററിൻ്റെ പ്രിൻസിപ്പിൾ. കൺസിഡർ എ മെറ്റൽ പ്ലേറ്റ് P1. ഞാനൊരു മെറ്റൽ പ്ലേറ്റ് P1 എടുക്കുന്നു. ഇറ്റ് ഈസ് ഗിവൺ എ ചാർജ് Q. അതിനൊരു ചാർജ് Q കൊടുത്തു. അപ്പോൾ അതിൻ്റെ പൊട്ടൻഷ്യൽ ഈസ് V. പൊട്ടൻഷ്യൽ V ആണ്. അങ്ങനെയാണെങ്കിൽ നമുക്കറിയാം Q സമം CV. ഇതിൻ്റെ കപ്പാസിറ്റൻസ് എന്ന് പറയുന്നത് C സമം Q/V ആയിരിക്കും. ഇപ്പോൾ ഒരു മെറ്റൽ പ്ലേറ്റേ ഉള്ളൂ, അതിൻ്റെ കപ്പാസിറ്റൻസ് Q/V. കൺസിഡർ എ മെറ്റൽ പ്ലേറ്റ് P1 ഓഫ് ചാർജ് Q ആൻഡ് പൊട്ടൻഷ്യൽ V. കപ്പാസിറ്റൻസ് C ഈസ് ഈക്വൽ ടു Q/V. മറ്റൊരു മെറ്റൽ പ്ലേറ്റിനെ ഞാൻ ഇതിനടുത്ത് വെക്കുകയാണ്. അനദർ മെറ്റൽ പ്ലേറ്റ് P2 ഈസ് പ്ലേസ്ഡ് നിയർ P1. എന്ത് പറ്റും? നമ്മൾ ഇൻഡക്ഷൻ പഠിച്ചിട്ടുണ്ട്. ഇൻഡക്ഷൻ കാരണമായിട്ട് ഇവിടെ നെഗറ്റീവ് ചാർജ് എന്ത് ചെയ്യപ്പെടും? ഇൻഡ്യൂസ് ചെയ്യപ്പെടും. എതിർവശത്ത് പോസിറ്റീവ് ചാർജും ഇൻഡ്യൂസ് ചെയ്യപ്പെടാം. അപ്പോൾ ഇവിടെ നെഗറ്റീവ് ചാർജ് ഇൻഡ്യൂസ് ചെയ്യപ്പെടുമ്പോൾ എന്ത് ചെയ്യും? ഇവിടുത്തെ പൊട്ടൻഷ്യൽ കുറയും. വീണ്ടും ഇവിടെ പോസിറ്റീവ് ചാർജ് ഇൻഡ്യൂസ് ചെയ്യപ്പെടുമ്പോഴോ പൊട്ടൻഷ്യൽ വീണ്ടും എന്ത് ചെയ്യപ്പെടും? കൂടപ്പെടും. നമുക്കെന്ത് വേണ്ട? അങ്ങനെയല്ലല്ലോ വേണ്ടത്. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യുമെന്ന് ചോദിച്ചാൽ ഈ മെറ്റൽ പ്ലേറ്റിനെ നമ്മൾ എർത്ത് ചെയ്യും. നമ്മളിവിടെ P1 എന്ന് പറയുന്ന ഒരു പ്ലേറ്റ് വെച്ചു. അതിൻ്റെ കപ്പാസിറ്റൻസ് Q/V, വോൾട്ടേജ് അല്ലെ പൊട്ടൻഷ്യൽ V ആണ്. ഞാനൊരു എർത്തഡ് മെറ്റൽ പ്ലേറ്റ് P1ൻ്റെ അടുത്ത് കൊണ്ടുവച്ചു. അപ്പോൾ ഇൻഡക്ഷൻ കാരണമായിട്ട് P2വിന് എന്ത് കിട്ടും? ചാർജ് കിട്ടും. Q ചാർജ് കിട്ടും. നമ്മൾ പൊട്ടൻഷ്യലൊക്കെ പഠിച്ചിട്ടുണ്ട്, വർക്ക് ഡൺ ആണ്. അപ്പോൾ ഇയാൾക്കുള്ള ഈ പൊട്ടൻഷ്യലിൽ നിന്നാണ് എന്ത് ചെയ്തത്? ഇവിടെ ഇൻഡക്ഷന് വേണ്ടി വർക്ക് ചെയ്തത്. അപ്പോൾ സ്വാഭാവികമായിട്ട് ഈ V എന്ത് ചെയ്യും? കുറയും. V എന്ന് പറയുന്നത് നിലവിലുള്ള V' ആയിട്ട് കുറയും. പുതിയ കപ്പാസിറ്റൻസ് C' എന്നിരിക്കട്ടെ. ന്യൂ കപ്പാസിറ്റൻസ് C' is equal to Q/V'. C' സമം Q/V'. നോക്കിയേ, V' വില Vയേക്കാൾ കുറവാണ്. ഇതിൻ്റെ വില ഇതിനേക്കാൾ കുറഞ്ഞു. നേരത്തെ 10 വെച്ച് Qവിനെ ഹരിക്കണമായിരുന്നു. ഇപ്പോഴോ 5 വെച്ചല്ലേ 7 വെച്ച് ഹരിച്ചാൽ മതി Qവിനെ. ഈ താഴെ വരുന്ന സംഖ്യയുടെ വില എന്ത് ചെയ്തു? കുറഞ്ഞു. അപ്പോൾ സ്വാഭാവികമായിട്ട് ഈ മുകളിലുള്ള ഈ വില C' വില എന്ത് ചെയ്യും? കൂടുതലായിരിക്കും. C' ഗ്രേറ്റർ ദാൻ C. അപ്പോൾ ഒന്നിൽ കൂടുതൽ മെറ്റൽ പ്ലേറ്റുകൾ വെക്കുമ്പോൾ എന്ത് സംഭവിക്കുന്നു? ഇവിടുത്തെ
രണ്ടാമത്തെ പ്ലേറ്റ് കൂടെ വന്നപ്പോൾ അവിടുത്തെ പൊട്ടൻഷ്യൽ V' കുറയുകയും തൽഫലമായിട്ട് കപ്പാസിറ്റൻസ് കൂടുകയും ചെയ്തു. പാരലൽ പ്ലേറ്റ് കപ്പാസിറ്റർ. നമുക്ക് നേരത്തെ പറഞ്ഞതുപോലെ ഒരു പാരലൽ പ്ലേറ്റ് കപ്പാസിറ്റർ എടുക്കാം. ഇവിടെ 2 പ്ലേറ്റ്സ് ഉണ്ട്. അവരുടെ ചാർജ് Q ആണ്. ഈ പ്ലേറ്റുകളുടെ ഏരിയ A ആണ് എന്നും ഇരിക്കട്ടെ. കൺസിഡർ എ പാരലൽ പ്ലേറ്റ് കപ്പാസിറ്റർ കൺസിസ്റ്റിംഗ് ഓഫ് 2 plates P1 and P2 having charge Q and area A. Q ചാർജും A ഏരിയയുമുള്ള 2 പ്ലേറ്റുകളാണ് നമ്മുടെ പാരലൽ പ്ലേറ്റ് കപ്പാസിറ്ററിന് ഉള്ളത്. നമുക്കറിയാം, നേരത്തെ കഴിഞ്ഞ ഇതിലൊക്കെ നമ്മൾ പഠിച്ചതാണ്, Q/A is equal to sigma and Q is equal to sigma A. ഗോസസ് ലോ ഒക്കെ പഠിക്കുന്ന വേളയിൽ നമ്മൾ പറഞ്ഞതാണ്. മറ്റൊരു കാര്യം കൂടി നമ്മൾ അവിടെ പഠിച്ചിട്ടുണ്ട്. എന്താണ്? ഒരു പ്ലേറ്റ്, Q ചാർജ് ഉള്ളൊരു പ്ലേറ്റ്, അതിൻ്റെ അടുത്ത ഒരു പോയിന്റിലെ ഇലക്ട്രിക് ഫീൽഡിൻ്റെ ഇക്വേഷൻ E σ/2ε0 ആണെന്ന് പഠിച്ചിട്ടുണ്ട്. അതേപോലെ തന്നെ 2 പ്ലേറ്റുകൾ, ഒന്ന് +Qവും അടുത്തത് -Qവും, അതിൻ്റെ ഇടയിലെ ഇവിടുത്തെ ഇലക്ട്രിക് ഫീൽഡിൻ്റെ ഇക്വേഷൻ σ/ε0 ആണെന്നും നമ്മൾ പഠിച്ചതാണ്. അപ്പോൾ അടുത്തത് ഞാൻ പറയുന്നത് ഇലക്ട്രിക് ഫീൽഡ് ബിറ്റ്വീൻ ദ പ്ലേറ്റ്സ്. ഈ പ്ലേറ്റുകൾക്കിടയിലെ ഇലക്ട്രിക് ഫീൽഡ് എത്രയാണ്? 1/ε0 സിഗ്മ. 1/ε0 സിഗ്മ. ഇലക്ട്രിക് ഫീൽഡ് അറിയാമെങ്കിൽ നമുക്ക് പൊട്ടൻഷ്യൽ കാണാം. പൊട്ടൻഷ്യൽ ഈസ് ഈക്വൽ ടു എന്താ? ഇതും നമ്മൾ പഠിച്ചതാ, ഇലക്ട്രിക് ഫീൽഡ് ഇൻറ്റു ഡിസ്റ്റൻസ് സമം σ/ε0 ഇൻറ്റു ഡി. ഇവിടെ നമുക്ക് Q ഉണ്ട്, V ഉണ്ട്. C കണ്ടുപിടിക്കാം. Q സമം CV. C is equal to Q/V. Qവിൻ്റെ വില σA ഭാഗം Vയുടെ വില σD/ε0 സമം σA ഇൻറ്റു ε0/σD. സിഗ്മ തമ്മിൽ വെട്ടും. നമുക്ക് പാരലൽ പ്ലേറ്റ് കപ്പാസിറ്ററിൻ്റെ കപ്പാസിറ്റൻസിൻ്റെ ഇക്വേഷൻ ε0A/D എന്ന് കിട്ടും. C is equal to ε0A/D എന്ന് കിട്ടും. ഇനി ഇതിൻ്റെ ഇടയ്ക്ക് ഒരു ഡൈഇലക്ട്രിക് വെക്കുന്നു. ഡൈഇലക്ട്രിക് കോൺസ്റ്റൻറ്റ് K ഉള്ള ഒരു ഡൈഇലക്ട്രിക് വെച്ചാൽ കപ്പാസിറ്റൻസ് എന്ന് പറയുന്നത് എന്തുകൂടെ കൊടുക്കണം? ε0യുടെ കൂടെ KA/D അല്ലെങ്കിൽ ε0 εrA/D എന്ന് കിട്ടും. ഗ്രൂപ്പിംഗ് ഓഫ് കപ്പാസിറ്റേഴ്സ്. കപ്പാസിറ്ററുകളെ നമുക്ക് 2 രൂപത്തിൽ കണക്ട് ചെയ്യാം പ്രധാനമായും. ഒന്ന് കപ്പാസിറ്റേഴ്സ് ഇൻ സീരീസ്, 2 കപ്പാസിറ്റേഴ്സ് ഇൻ പാരലൽ. സീരീസ് കണക്ഷൻ എന്ന് പറയുമ്പോൾ നമ്മൾ പൊതുവായിട്ട് കപ്പാസിറ്ററുകളെ കുറിച്ച് 2 കാര്യങ്ങൾ ഓർത്തിരിക്കുക. ഒന്ന്, സീരീസ് കണക്ഷൻ എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ 5 പേരുണ്ട്. ഇപ്പോൾ എൻ്റെ വലത് കൈയിൽ അടുത്ത ആളിൻ്റെ ഇടത് കൈ, ഇങ്ങനെ 5 പേര് കൈ കോർത്ത് പിടിച്ച് നിൽക്കുന്നു. എൻഡ് ടു എൻഡ് കണക്ഷനാണ്.
എൻഡ് ടു എൻഡ് കണക്ഷനാണ്. 2, ആ സീരീസിലുള്ള എല്ലാ കപ്പാസിറ്ററുകളിലെയും ചാർജ് തുല്യമായിരിക്കും. എൻഡ് ടു എൻഡ് കണക്ഷൻ സോ ദാറ്റ് ദ ചാർജ് ഓൺ ഈച്ച് കപ്പാസിറ്റർ ഈസ് ദ സെയിം. പാരലൽ കണക്ഷൻ എന്ന് പറഞ്ഞാൽ ഒരു 5 പേര് ഇവിടെ നിൽക്കുന്നു, എല്ലാവരുടെയും ഇടത് കൈ ഒരുമിച്ച് പിടിക്കുന്നു, വലത് കൈ ഒരുമിച്ച് ഒരു കൈയിൽ ചേർത്ത് പിടിക്കുന്നു, ഇടത് കൈ എല്ലാം കൂടെ ഒരിടത്ത്. അങ്ങനെ ഒരു പർട്ടിക്കുലർ 2 ടെർമിനലുകൾക്കിടയിൽ, പോയിന്റുകൾക്കിടയിൽ കണക്റ്റഡ് ബിറ്റ്വീൻ സെയിം ടെർമിനൽസ്, ഒരേ ടെർമിനലുകൾക്കിടയ്ക്ക് 5 പേര് അല്ലെ 3 പേര് അല്ലെ 2 പേര് കണക്ട് ചെയ്യുന്നതിനെയാണ് പാരലൽ എന്ന് പറയുന്നത്. പാരലൽ കണക്ഷൻ്റെ പ്രത്യേകത, അതിൽ കണക്ട് ചെയ്യുന്ന കപ്പാസിറ്ററുകളുടെ എല്ലാം പൊട്ടൻഷ്യൽ തുല്യമായിരിക്കും. സീരീസിൽ ചാർജ് തുല്യം, പാരലൽ പൊട്ടൻഷ്യൽ തുല്യം. അതാണ് ഇത് രണ്ടിൽ ആദ്യം മനസ്സിലാക്കേണ്ടത്. ഞാനിവിടെ 3 കപ്പാസിറ്ററുകൾ എടുക്കുകയാണ്. 3 capacitors of capacitance C1, C2 and C3 are connected in series with a potential difference of V volt. Let Q be the charge on each capacitor. ഈ പൊട്ടൻഷ്യലുമായിട്ട് കണക്ട് ചെയ്യുമ്പോൾ ഈ കപ്പാസിറ്റർ ചാർജ് ചെയ്യും. നമുക്കറിയാം ഇവിടെ ഇതിന് +Q, ഇതിന് -Q, ഇൻഡക്ഷൻ കാരണം ഇതിന് +Q -Q. ഓരോ കപ്പാസിറ്ററിലും കിട്ടുന്ന ചാർജ് Q ആയിരിക്കും. പക്ഷേ നമുക്കറിയാം Q = CV ആണ്. ഈ C എന്നുള്ളത് C1, C2, C3 ആയതുകൊണ്ട് തന്നെ കപ്പാസിറ്റൻസ് ആർ ഡിഫറൻറ്റ്. ഇവരുടെ എന്താണ്, കപ്പാസിറ്റൻസുകളുടെ വില വ്യത്യസ്തമായതുകൊണ്ട് തന്നെ കപ്പാസിറ്റൻസസ് ആർ ഡിഫറൻറ്റ്. C1 ആയി. അപ്പോൾ ഈ V എന്താകണം, വ്യത്യാസപ്പെടണം. ഇവരുടെ പൊട്ടൻഷ്യൽ ഡിഫറൻസ് അക്രോസ് ഈച്ച് കപ്പാസിറ്റർ ഈസ് ഡിഫറൻറ്റ്. ഓരോന്നിനും അക്രോസ് ആയിട്ടുള്ള പൊട്ടൻഷ്യൽ ഡിഫറൻസുകൾ വ്യത്യാസമായിരിക്കും. ലെറ്റ് V1, V2 and V3 be the potential differences across each capacitor. ഓരോന്നിനും അക്രോസ് ആയിട്ടുള്ള പൊട്ടൻഷ്യൽ ഡിഫറൻസ് V1, V2, V3 ആണെന്നിരിക്കട്ടെ. V1 എന്ത് വരും, V1 = Q = CV, V = Q/C, Q/C1. V2 = Q/C2 and V3 = Q/C3. അപ്പോൾ ഇവിടെ V1 ആണ്, ഇത് V2 ആണ്, ഇവിടെ V3 ആണ്. അപ്പോൾ ഈ V വോൾട്ടാണ്, ഈ പൊട്ടൻഷ്യലാണ് എന്ത് ചെയ്യപ്പെടുന്നത്, ഇവിടെ V1 ഡ്രോപ്പ് ചെയ്യുന്നു, അടുത്തടുത്ത് V2 ഡ്രോപ്പ് ചെയ്യുന്നു, അടുത്തടുത്ത് V3 ഡ്രോപ്പ് ചെയ്യുന്നു. അതുകൊണ്ട് തന്നെ നമുക്ക് എന്ത് പറയാം, ദ ടോട്ടൽ പൊട്ടൻഷ്യൽ ഡിഫറൻസ് V = V1 + V2 + V3. ഈ V ആണ് വന്നിട്ട് V1 ഇവിടെ ഡ്രോപ്പായി, V2 ഇവിടെ ഡ്രോപ്പായി, V3 ഇവിടെ ഡ്രോപ്പായി. അപ്പോൾ V1 + V2 + V3 ആണ് ഈ V എന്ന് പറയുന്നത്. If C is the effective capacitance, V = C ആണ് ഇവിടുത്തെ എഫക്റ്റീവ് കപ്പാസിറ്റൻസ് എങ്കിൽ V = Q/C എന്ന് നമുക്കെടുക്കാം. ഇത് ഈ ഇക്വേഷനിൽ കൊടുക്കുമ്പോൾ Q/C = Q/C1 + Q/C2 + Q/C3. Q കോമൺ എടുത്തു, 1/C1
1/C2 plus 1/C3. Q വെട്ടി. 1/C is equal to 1/C1 plus 1/C2 plus 1/C3. If a number of capacitors are connected in series, ഒരു കൂട്ടം കപ്പാസിറ്ററുകളെ സീരീസിൽ കണക്ട് ചെയ്താൽ 1/C സമം 1/C എന്ന് പറഞ്ഞാൽ റെസിപ്രോക്കൽ ഓഫ് എഫക്റ്റീവ് കപ്പാസിറ്റൻസ് ഇസ് ഈക്വൽ ടു സം ഓഫ് തുകയാണ്. ആരുടെ തുക? ഇൻഡിവിജ്വലായിട്ടുള്ള കപ്പാസിറ്റൻസിൻ്റെ വിൽക്രമത്തിൻ്റെ റെസിപ്രോക്കലാണ്. ആ റെസിപ്രോക്കൽ എടുത്തിട്ട് അതിൻ്റെ തുക എടുക്കുന്നത് എഫക്റ്റീവ് കപ്പാസിറ്റൻസിൻ്റെ റെസിപ്രോക്കലിന് തുല്യമാണ്. ദ റെസിപ്രോക്കൽ ഓഫ് ദി എഫക്റ്റീവ് കപ്പാസിറ്റൻസ് ഈസ് ദ സം ഓഫ് റെസിപ്രോക്കൽസ് ഓഫ് individual capacitances. If a number of capacitors are connected in series, the reciprocal of the effective capacitance is equal to the sum of reciprocals of individual capacitances. കപ്പാസിറ്ററുകളെ രണ്ടാമതായിട്ട് നമുക്ക് കണക്ട് ചെയ്യാൻ പറ്റുന്ന ഒരു വിധമാണ് കപ്പാസിറ്റേഴ്സ് ഇൻ പാരലൽ. നമ്മൾ നേരത്തെ പറഞ്ഞു. ഞാനിവിടെ 3 കപ്പാസിറ്ററുകൾ എടുത്തിരിക്കുന്നു. C1, C2, C3. ഇവരേതാണ്ട് എല്ലാവരുടെ ഇതെല്ലാം കൂടെ ഒരു ടെർമിനൽ അടുത്തു നിന്നെല്ലാം കൂടെ കണക്ഷൻ എടുത്ത് ഈ 2 ടെർമിനലുകൾക്കിടയിൽ നിന്നാണ് 3 പേരെയും കണക്ട് ചെയ്തിരിക്കുന്നത്. അത് മാത്രമല്ല, ഞാൻ പറഞ്ഞു ഈ പൊട്ടൻഷ്യൽ ഡിഫറൻസ് തന്നെയാണ് ഇവിടെ 3 3 പേർക്കും ഉണ്ടാകുന്നത് എന്നും ഞാൻ പറഞ്ഞു. C1, C2 and C3 are 3 capacitors connected in parallel to a potential difference of V volt. C1, C2, C3 എന്നീ 3 കപ്പാസിറ്റൻസ് ഉള്ള 3 കപ്പാസിറ്ററുകളെ V വോൾട്ടുമായിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു? കണക്ട് ചെയ്യുന്നു. ഇവിടെ ഓരോരുത്തർക്കും ഇപ്പോൾ ഈ വോൾട്ടേജുമായിട്ട് ഈ പൊട്ടൻഷ്യൽ ഡിഫറൻസുമായിട്ട് കണക്ട് ചെയ്യുമ്പോൾ ഈ കപ്പാസിറ്ററുകൾ എന്ത് ചെയ്യും? ചാർജ് ചെയ്യപ്പെടും. ലെറ്റ് Q1, Q2 ആൻഡ് Q3 ബി ദ ചാർജസ്. പൊട്ടൻഷ്യൽ സെയിം ആണ്, പക്ഷെ ചാർജ് എന്തായിരിക്കും? വ്യത്യസ്തമായിരിക്കും. ബി ദ ചാർജസ് അക്രോസ് ഈച്ച് കപ്പാസിറ്റർ. നമുക്കറിയാം Q1 എന്ത് വരും? Q1 is equal to Q സമം CV. അപ്പോൾ Q1 is equal to C1V, Q2 is equal to C2V, Q3 is equal to C3V. അത് മാത്രമല്ല, ഇവിടുത്തെ ചാർജും ഇവിടുത്തെ ചാർജും കൂടെ കൂട്ടിയാൽ എന്ത് കിട്ടും? നമുക്ക് ടോട്ടൽ ചാർജ് കിട്ടും. അതുകൊണ്ട് ടോട്ടൽ ചാർജ് Q is equal to Q1 plus Q2 plus Q3. Q is equal to Q1 plus Q2 plus Q3. If C is the effective capacitance, C ആണ് ഇവിടുത്തെ എഫക്റ്റീവ് കപ്പാസിറ്റൻസ് എങ്കിൽ നമുക്ക് എന്ത് എഴുതാം? Q സമം CV. നമുക്കറിയാം ആ ഇക്വേഷൻ ഇവിടെ കൊടുത്തേ. Q എന്നുള്ളിടത്ത് CV സമം Q1 എന്നുള്ളിടത്ത് C1V അധികം Q2 C2V അധികം C3V. CV is equal to V into C1 plus C2 plus C3. നമുക്ക് V തമ്മിൽ വെട്ടിക്കളയാം. അപ്പോഴെന്ത് വരും? C സമം C1
പ്ലസ് C2 പ്ലസ് C3. If a number of capacitors are connected in parallel, എഫക്റ്റീവ് കപ്പാസിറ്റൻസ് എന്ന് പറയുന്നത് ഓരോ കപ്പാസിറ്ററുകളും കൂട്ടുന്നതിന് തുല്യമായിരിക്കും. എഫക്റ്റീവ് കപ്പാസിറ്റൻസ് ഈസ് ദ സം ഓഫ് ഇൻഡിവിജ്വൽ കപ്പാസിറ്റൻസസ്. If a number of capacitors are connected in parallel, the effective capacitance is the sum of individual capacitances. So capacitors in series and parallel അത് റെസിസ്റ്റേഴ്സിലും വരും. അപ്പോൾ അത് പഠിക്കാൻ വേണ്ടി ഒരു എളുപ്പം ചുരുക്കം ഒരു മാർഗം പറയുകയാണ്. ആദ്യം നമ്മൾ ഡയഗ്രാം രണ്ടും വ്യത്യസ്തമായിട്ട് തന്നെ വരച്ച് എന്ത് ചെയ്യണം, പഠിക്കണം. സീരീസ് എൻഡ് ടു എൻഡ് കണക്ഷൻ, പാരലൽ സെയിം ടെർമിനൽസ് ഇടയിലുള്ള കണക്ഷൻ, അത് നമ്മൾ വരച്ച് പഠിക്കണം. അതിനുശേഷം നമ്മൾ എഴുതുക സീരീസ് ആയാലും പാരലായാലും Q സമം CV. ഈ ഒരു ഇക്വേഷനാണ് ഇവിടെ ഉള്ളത്. സീരീസിൽ എന്ത് വരും? ആര് സെയിം? ഈ ചാർജ് സെയിം ആണ്. സീരീസിൽ ചാർജ് സെയിമാണ്, അവിടെ ഒന്നും ചെയ്യാനില്ല. സി എന്ന് പറയുന്നതോ C1 C2 C3 ആണെന്ന് നമ്മൾ പടത്തിൽ 3 കപ്പാസിറ്റേഴ്സ് എന്നും പറഞ്ഞാണ് രണ്ടിടത്തും തുടങ്ങുന്നത്. C1 C2 C3. അപ്പോൾ ഇവിടെ Q സെയിം ആണ്, എല്ലാവർക്കും തുല്യമാണ്. സി എന്താണ്? C1 C2 C3 ആണ്. പിന്നുള്ള ആൾ ആരാണ്? ചുമ്മാ അതൊന്നും പറയാൻ പറ്റാതെ ഇവിടെ ഇരിക്കുന്ന ആൾ വി. അതെന്താ വ്യത്യസ്തമാണ്? V1 V2 V3 ആയിരിക്കും. അപ്പോൾ എന്ത് ചെയ്യണമെന്നറിയാമോ? ഈ V ഈസ് ഈക്വൽ ടു V1 പ്ലസ് V2 പ്ലസ് V3. സീരീസ് ചോദിച്ചാൽ ഡയഗ്രാം വരയ്ക്കുക. ഈ ഇക്വേഷൻ ഇങ്ങനെ എന്ത് ചെയ്യുക? Q സമം CV എഴുതുക. V ഈസ് ഈക്വൽ ടു Q കോൺസ്റ്റൻ്റ് ആണ്. C1 C2 C3 ആണ്. ഒന്നും ചെയ്യാൻ പറ്റത്തില്ല ഈ രണ്ടുപേര്. പിന്നുള്ള ആൾ V, അയാൾ ഡിവൈഡ് ചെയ്ത് എഴുതുക. V നമുക്കറിയാം. V എന്താണ്? Q. എഫക്റ്റീവ് കപ്പാസിറ്റൻസ് C ആണെങ്കിൽ V സമം Q ബൈ C. ഇതെന്ത് വരും? Q ബൈ C1 Q ബൈ C2 Q ബൈ C3. Q കോമൺ എടുത്ത് വെട്ടുക. 1 ബൈ C സമം 1 ബൈ C1 പ്ലസ് 1 ബൈ C2 പ്ലസ് 1 ബൈ C3 എന്ന് എഴുതാം. നമ്മൾ പാരലൽ എടുക്കുകയാണ്. Q സമം CV ആണ് ഇക്വേഷൻ. C എന്ന് പറയുന്നത് C1 C2 C3 ആണ്. V കോൺസ്റ്റൻ്റ് ആണ്. പൊട്ടൻഷ്യൽ പാരലാകുമ്പോൾ പൊട്ടൻഷ്യൽ ഡിഫറൻസ് ഓരോന്നിനും അക്രോസ് ആയിട്ടുള്ളത് തുല്യമാണ്, V തന്നെയാണ്. അപ്പോൾ ഇവർ രണ്ടുപേരെയും ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. പിന്നിരിക്കുന്ന ആരാ? ഈ Q ആണ്. Qവിനെ എന്തെഴുതാം? Q1 പ്ലസ് Q2 പ്ലസ് Q3 എന്ന് എഴുതണം. അടുത്ത മൂന്നാമതൊന്നും പറയാൻ പറ്റാതിരിക്കുന്ന ആളിനെ ഇങ്ങനെ ഡിവൈഡ് ചെയ്ത് സമ്മായിട്ട് എഴുതുക. Q സമം CV C1V പ്ലസ് C2V പ്ലസ് C3V. V കോമൺ എടുത്ത് വെട്ടുക. C സമം C1 പ്ലസ് C2 പ്ലസ് C3 എന്ന് കിട്ടും. ഇങ്ങനെ ഒന്ന് ഓർത്തിരിക്കുക. കപ്പാസിറ്റേഴ്സ് സീരീസ് ഓർ പാരലൽ, അല്ലെങ്കിൽ അടുത്ത ചാപ്റ്ററിൽ റെസിസ്റ്റേഴ്സ് സീരീസ് ഓർ പാരലൽ വരും. അവിടെയും ഇക്വേഷൻ മാറുന്നു എന്നുള്ളതേ ഉള്ളൂ. അല്ലാതെയുള്ള കാര്യങ്ങൾ, ചാർജിന് പകരം കറണ്ട് വരുന്നു, അങ്ങനെ ചെറിയ വ്യത്യാസമേ ഉള്ളൂ. മനസ്സിലാക്കിയാൽ ഈ 4 കമ്പയർ ചെയ്ത് നമുക്ക് പഠിക്കാം. പഠിച്ചു കഴിഞ്ഞാൽ അതൊരിക്കലും മറക്കത്തില്ല. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു സെക്ഷനാണ് ഇത്.